ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കിട്ടി. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കൊറിയർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതായിട്ടൊന്നും ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എനിക്കൊരു എന്താണ് സംഭവം ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുമ്പ് ആരോ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് നോക്കിയില്ല വാട്സപ്പിൽ. അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ നിങ്ങൾക്കൊരു കൊറിയർ വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ ദുബായ് റിഗ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണോ ചോദിച്ചു. അപ്പോൾ എൻ്റെ അഡ്രസ്സൊക്കെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ ലൊക്കേഷൻ്റെ അടുത്തേക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഞാൻ ADCB ബാങ്കിൻ്റെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ പോയി ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് ഒരാൾ ഈ കേക്കും പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നു. ഒരു കൊറിയർ സർവീസ് ചെയ്യുന്ന ആൾ ഈ കേക്കും പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത സ്നേഹമുള്ള ആരെങ്കിലുമൊക്കെ കൊടുത്തയച്ചതായിരിക്കുമെന്ന്. അപ്പോൾ ഇതായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ആണെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നും അവരങ്ങനെ പോയി. അപ്പോൾ ഇതാണ് ആ സംഭവം. ഹലോ ഗായ്സ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ കുട്ടികളും വൈഫും ഒക്കെ പാടെ കൂടിയിട്ട് എനിക്കൊരു ബർത്ത്ഡേ കേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു തന്നതാണ്. ഞാൻ ആകെ ഷോക്കായിട്ടിരിക്കണം ഗൈസ്. അപ്പോൾ ഏതായാലും ഇത് പൊട്ടിച്ചു. എന്തൊക്കെ എഴുതിക്കണം, മുറിച്ച് നോക്കാം. ബിസ്മില്ലാ. താങ്ക് യു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ സാധാരണ സെലിബ്രേറ്റ് ചെയ്യലും കേക്ക് മുറിക്കലൊന്നുമില്ല. ഏതായാലും വൈഫും കുട്ടികളൊക്കെ പാടെ കേക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ചു. അപ്പോൾ തിന്നാണ് നല്ല മധുരം ടേസ്റ്റൊക്കെ ഉണ്ട്. താങ്ക് യു മക്കളെ. ഷെബി താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. കേക്ക് അടിപൊളി കേക്കാണ്. ഭാര്യയും കുട്ടികളും കൊടുത്തയച്ച കേക്കായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ചെറിയൊരു പീസ് കഴിച്ചു. പിന്നെ അങ്ങനെ ജിമ്മിൽ പോയി. അടിപൊളി കേക്കായിരുന്നു. മധുരമായതുകൊണ്ട് ഞാൻ കൂടുതലും കഴിച്ചില്ല. അങ്ങനെ ഞാൻ പിന്നെ ജിമ്മിൽ പോയിട്ടോ. അപ്പോൾ ഈ കേക്ക് എത്ര ഉള്ളൂ എന്ന് കരുതിക്കണു. അപ്പോൾ ഇത് വെക്കാനുള്ളൊരു സാധനമാണെന്ന് ഞാൻ കരുതി. പിന്നെ വൈകുന്നേരം വന്നിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അത് എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഇനി ഇതെന്താണെന്ന് കരുതി ഞാൻ വെറുതെ ഇങ്ങനെ നോക്കാം. ഇത് ഞാൻ എൻ്റെ മുകളിലുള്ള പെട്ടിയാണെന്ന് ഞാൻ കരുതിയത്. അപ്പം ചങ്കുകളെ, അപ്പോഴാണ് എനിക്ക് സർപ്രൈസ് ആയിട്ട് മനസ്സിലായത്. മക്കളെ, ഇത് ഞാനേ ഇപ്പോഴത് തുറന്നു നോക്കണേട്ടോ. തുറന്നു നോക്കിയപ്പോൾ ആകെ ഷോക്കായി. ഷർട്ട്, ചോക്ലേറ്റ്, എൻ്റെ ഫോട്ടോ ഇതെല്ലാം കണ്ട് ഞാൻ ഷോക്കാണ്. ശരിക്കും സർപ്രൈസ് ആയത് ഇപ്പോഴാണ്. അടിപൊളി. ഞാൻ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി അത് എടുത്താണ്. അപ്പോഴാണ് ഇതിൻ്റെ എന്തൊക്കെ ഈ പെട്ടി ഇങ്ങനെ ഒരു സ്പെഷ്യൽ പെട്ടി ഇതേ പോലത്തെ അതതിൻ്റെ സപ്പോർട്ടുള്ള പൊട്ടിയാണെന്ന് ഞാൻ കരുതിയത്. അടിപൊളിയായി. ഇപ്പോഴാണ് ഞാൻ ഷോക്കായത്. താങ്ക് യു ഷബി, മിനു, താങ്ക് യു. എന്താണ് സംഭവിച്ചാലേ അടിപൊളി സംഭവങ്ങളാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്, സ്നേക്കേഴ്സ്, പിന്നെ ഒരു അടിപൊളി ഷർട്ട്. ഞാൻ അത് ഇട്ടോക്കിയിട്ടില്ല. ഇപ്പോഴത് ഈ ഷർട്ട് ഇങ്ങനെ തുടങ്ങുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയെന്നുള്ളൂ. അത് അടിപൊളി ഷർട്ട് തന്നെയാണ്. പിന്നെ എൻ്റെ വൈഫ് കുട്ടികളാരെ എഴുതിയ ഹാപ്പി ബർത്ത്ഡേ ടു ഹാർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിൽ എഴുതിക്കണേ. പിന്നെ എൻ്റെ ഫോട്ടോ, പിന്നെ ഒരു അടിപൊളി ഫോട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പിറന്നാളായിട്ട് സർപ്രൈസായിട്ട് കിട്ടിയത്. ഏതായാലും ഞാൻ കേക്ക് വന്നപ്പോൾ സാധാരണ നോർമൽ സംഭവമാണെന്ന് കരുതി. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ ആകെ ഷോക്കായിട്ടോ. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, നിങ്ങളാൾ കൊടുത്താൽ ചേച്ചി. അപ്പോൾ അവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി, ചെറിയൊരു രസം. അപ്പോൾ ഞാൻ കുട്ടീനോട് എൻ്റെ മോളോട് ചോദിച്ചു, എന്തിനാ വെറുതെ പൈസ കളഞ്ഞാണ്ട് ഇതൊക്കെ ചെയ്ത് ഒരുപാട് പൈസ ആവില്ലേ, എത്ര റുപ്യായി എന്ന് ചോദിച്ചു.
കാര്യങ്ങൾക്ക് നമ്മൾ പൈസ നോക്കാൻ പറ്റൂല പറ്റി. നമ്മളെല്ലാ കാര്യത്തിനും പൈസ നോക്കാൻ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ലല്ലോ. അത് ശരിയാണ്. പറ്റി ആകെ ഞെട്ടിപ്പോയി. പിന്നെ ഇപ്പച്ചി ഞങ്ങളോട് എത്ര പൈസ ആയി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണ്ട, പറയൂല. പറ്റിയേ നമ്മളെ എല്ലാ കാര്യത്തിനും പൈസ നോക്കി നിന്നാൽ നമ്മളെ കാര്യങ്ങൾ നടക്കില്ല. പൈസ വരുമ്പോ ഹാപ്പിനെസ്. അത് ശരിയാണ്. ഉള്ളതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ രസം കിട്ടി. ആരും ഇല്ലാത്തവർക്കാവില്ല അല്ലേ. അതെന്താ അറിയോ, കേക്ക് ഞങ്ങൾ മസ്റ്റായിട്ട് വെക്കണം എന്ന് പറഞ്ഞതാണ്. കാരണം ഇതുവരെ ഇപ്പച്ചിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പച്ചിക്ക് സങ്കടം ഉണ്ടാവൂലേ. അപ്പോൾ ഓല് പറഞ്ഞതേ പൈസയൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കാൻ പറ്റുമോ? നമ്മുടെ സന്തോഷം ഒക്കെ അല്ലേ നമുക്ക് വലുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായി. അപ്പോൾ കല്യാണം കഴിക്കാത്ത ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് കല്യാണം കഴിക്കാം. നമുക്ക് ഒരു വൈഫുണ്ടാവും, പിന്നെ കുട്ടികളാവും. കുട്ടികളൊക്കെ നമ്മളോട് ഹാപ്പി ബർത്ത്ഡേ പറയാനുണ്ടാവും. ആരും ഇല്ലാത്തവർക്ക് നമുക്ക് നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഓലെന്തായാലും മറക്കില്ലല്ലോ. അപ്പോൾ സംഭവം വലിയൊരു രസമായി. 3-4 ലക്ഷം കോടി ആയിക്കൂടു. ചെറിയ പൈസ ഒന്നുമല്ല, 3-4 ലക്ഷം കോടിയാണ്. 1 ലക്ഷം കോടി ഞാൻ, 1 ലക്ഷം കോടി മീനു, 1 ലക്ഷം കോടി ഇമ്മച്ച്, അങ്ങനെയൊക്കെ കൂടി ചെയ്തതാണ്. പറയും എന്നിട്ട് വേണം എനിക്ക് സന്തോഷിക്കണോ കരയണോ? എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല എത്ര എമൗണ്ട് ആയി. 5000 രൂപ കാര്യമുണ്ടാവും. ആ പൈസ എനിക്കന്ന് ഞാൻ ഇവിടുന്ന് വാങ്ങി കഴിച്ചിരുന്നു, മന്തി വാങ്ങി കഴിച്ചിരുന്നു. ആ പൈസ നിങ്ങക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് സന്തോഷിക്കണേ ഞങ്ങൾ വിചാരിച്ച പോലെ ചെയ്യണ്ടേ. ഇപ്പച്ചിക്ക് സന്തോഷിക്കാനാണല്ല തന്നിക്കണത്, ഞങ്ങക്ക് സന്തോഷിക്കാനാണ് തന്നിക്കണത്. ഈ വീഡിയോ ബാക്കിയുള്ളവർ കാണുമ്പോൾ ഓലും വിചാരിക്കും ഇത് നല്ല ഫാമിലി ആണല്ലോ. അപ്പൊ ഞങ്ങക്ക് അതായിരിക്കും നല്ല സന്തോഷം. അതിനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ബർത്ത്ഡേക്ക് ആഘോഷിക്കും. ഞാൻ ആദ്യമായിട്ട് കേക്കിൻ്റെ മുറിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേക്കൊക്കെ മുറിച്ച് എൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിക്കണം. അപ്പോൾ അങ്ങനെ മനോഹരമായൊരു സുദിനം ഇന്നലെ കഴിഞ്ഞു പോയി. ഞാൻ കേക്കൊന്നും അങ്ങനെ കഴിക്കാറില്ല, അത് ഷുഗറാണല്ലോ. അപ്പോൾ പിന്നെ എന്നെന്താ പറയുക വെച്ചാൽ, ആർക്കെങ്കിലും ഇതേപോലെ സർപ്രൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ UAE-ലും കേരളത്തിലൊക്കെ അതിൻ്റെ ആളുകളുണ്ട്. എനിക്കറിയില്ല കേട്ടോ ആരാണ്. നമ്മുടെ വേണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ വൈഫിനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ പ്രൈവറ്റായി ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് ചെയ്യണമെന്ന്. എന്നിട്ട് അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി നാട്ടിൽ നിന്ന് ഷർട്ട് അയച്ചതാണോ ഒന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഞാൻ പിന്നെ ചാറ്റ് ചെയ്യാനൊന്നും കിട്ടിയില്ല, ഒക്കെ ബിസിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവിടെ പൈസ കൊടുത്തായിരിക്കും. ഈ കേക്കൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയതാവാനാണ് ചാൻസ്. ഇനി അവിടുന്ന് കൊടുത്തയച്ചാണെന്ന് വ്യക്തമായിട്ട് എനിക്കൊരു ഇതില്ല. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഇവിടെ അവർ പൈസ കൊടുക്കും, പിന്നെ ഇവർ ഈ ബർത്ത്ഡേൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് കൊണ്ടു തരും. അങ്ങനെ ആവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ ഉള്ള നമ്പറൊക്കെ സംഘടിപ്പിച്ച് തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ച്. ഞാൻ എൻ്റെ സന്തോഷങ്ങൾ അറിയിച്ചു എന്ന് മാത്രം. ബൈ. സന്തോഷങ്ങളാണല്ലോ. താങ്ക് യു ഓൾ.